മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്ക് ഇനിയും മാറ്റമില്ല. ഇനിയും മുഖ്യമന്ത്രിയെ ബിജെപിക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതേസമയം ഉപമുഖ്യമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് ശ്രീകാന്ത് ഷിൻഡെ പറഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആര്? ഈ ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ ദിവസമായി. ഇന്നറിയാം നാളെ അറിയാം എന്ന് പറയുന്നതല്ലാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ വലഞ്ഞിരിക്കുകയാണ് ബി.ജെ.പി എടുക്കുന്ന തീരുമാനമാണ് അന്തിമമെന്നും അതിനോടൊപ്പമുണ്ടാകുമെന്നും ശിവസേനയും ഏക്നാഥ് ഷിൻഡെയും പ്രഖ്യാപിച്ചെങ്കിലും കൺഫ്യൂഷൻ മാറാത്ത അവസ്ഥയാണ് ബി.ജെ.പിക്ക്. ഒടുവിൽ ഡിസംബർ 4 രാവിലെ 10 മണിക്ക് മഹാരാഷ്ട്രയിൽ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നറിയിച്ചിരിക്കുകയാണ് ബി.ജെ.പി സംസ്ഥാന ഘടകം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും നിയമസഭാ കക്ഷിയോഗത്തിന് മേൽനോട്ടം വഹിക്കും. തൊട്ടടുത്ത ദിവസം മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടക്കുമെന്നാണ് സൂചന. ഇന്ന് ഷിൻഡെയും ഫട്നാവിസും അജിത് പവാറും ഒരുമിച്ചുള്ള യോഗമുണ്ടാകുമെന്നും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു വിവരം. എന്നാൽ ഇത് തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്ര ബി.ജെ.പിയുടെ പ്രഖ്യാപനം പുറത്തുവരുന്നത്. അതേസമയം ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള വാർത്തകൾ ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ തള്ളി. അത്തരം അവകാശവാദങ്ങൾ അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്ന് ശ്രീകാന്ത് ഷിൻഡെ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.